ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിപ്പോ നിന്റെ ഭർത്താവല്ല, സർവ്വസ്വതന്ത്രനായ ഒരു മനുഷ്യനാ. നിന്റെ പീഡനങ്ങളിൽ നിന്നല്ല രക്ഷപ്പെട്ടവൻ. പിന്നെ ഇവളും ഞാനും തമ്മിൽ ഒന്ന് പ്രേമിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ചിലപ്പോ താമസിയാതെ തന്നെ ഞങ്ങളുടെ കല്യാണമൊക്കെ നടക്കും. അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അനുനയിപ്പിച്ച് ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാനായിരിക്കും അവരുടെ ഉദ്ദേശം. അതിനി നടക്കാൻ പോകുന്നില്ലെന്ന് അവർക്കിപ്പൊ മനസ്സിലായി കാണും. നന്ദേട്ട മനസ്സില് ഇപ്പൊ മറ്റൊരാഗ്രഹമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സന്ധ്യച്ച് മാത്രമാണ് ഇപ്പോ നന്ദേട്ടന്റെ ആകെയുള്ള പ്രതീക്ഷ. സന്ധ്യ ഡോക്ടർ നന്ദേട്ടന്റെ ജീവിതത്തിലേക്ക് വന്ന നന്ദേട്ടന്റെ ജീവിതം ആകെ മാറും. ജീവിതത്തിനൊരു പുതിയ വെളിച്ചവും അർത്ഥമൊക്കെ ഉണ്ടാവും. എങ്കിൽ പിന്നെ എത്രയും വേഗം നമുക്ക് അവരുടെ വിവാഹം നടത്തണം. അങ്കിളിനോട് പറഞ്ഞ് എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനി അത് വൈകിക്കാൻ പാടില്ല. എന്തായാലും അർച്ചനയെടുത്ത് തിരിച്ച് നെല്ലിശ്ശേരിയിൽ എത്തട്ടെ. അതിനുശേഷം മതി മംഗളകാര്യങ്ങളെല്ലാം. അത് ശരിയാ. എന്തായാലും നന്ദേട്ടന്റെയും സന്ധ്യേച്ചിയുടെയും കല്യാണം ഒന്ന് കഴിയട്ടെ. എന്നിട്ട് വേണം എനിക്കെന്റെ ചേച്ചിയോട് 2 വർത്തമാനം പറയാൻ. അനഘേ, നീ ഇനി അവരെ കാണാതിരിക്കുന്നതാ നല്ലത്. നിന്നെ കൊല്ലാനുള്ള പക കാണും അവരുടെ മനസ്സിൽ. കൂടപ്പിറപ്പാണെന്നൊന്നും അവര് നോക്കില്ല. പക്ഷേ അവരുമായുള്ള ഡിവോഴ്സ് കഴിയാതെ നമ്മൾ എങ്ങനെ കല്യാണം നടത്തും? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. നിയമപരമായി നടത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ അല്ലാതെ തന്നെ നടത്തണം. അവന്തികയുടെ സ്ഥാനത്ത് ഈ വീട്ടില് നന്ദേട്ടന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരണം. അവന്തികയ്ക്ക് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി ജീവിതത്തിൽ കൊടുക്കാൻ പറ്റില്ല. എന്തിനും അർച്ചനടുത്ത് തിരിച്ചു വരണം. നെല്ലിശ്ശേരിയിലെ നമ്മുടെ പഴയ സന്തോഷങ്ങളെല്ലാം തിരിച്ചു വരണം. ആ സന്തോഷത്തിലേക്ക് നന്ദേട്ടനും സന്ദേശയും പടികടന്ന് വരണം. അവരുടെ പുതിയ ജീവിതം തുടങ്ങണം. അതോടെ നഷ്ടപ്പെട്ടതിന്റെ വില എന്താണെന്ന് എന്റെ ചേച്ചിക്ക് മനസ്സിലാകും. ഇറങ്ങ്. ഇവിടെയോ? ആ, ഇതെന്റെ ഫേവറേറ്റ് പ്ലേസാ. നല്ല ഉഗ്രം കട്ട കിട്ടും. വാ, ഇറങ്ങ്. ആ ചേട്ടാ, 2 കട്ടൻ അകത്തോട്ടിരുന്നോ? വേണ്ട, ഇങ്ങോട്ട് തന്നാ മതി. അപ്പൊ കേറിയിരിക്കാം. ഇങ്ങോട്ട് മതി ചേട്ടാ. അർച്ചന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാർഗറ്റ് നമ്മളാ. നന്ദൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞോ? ഞാനൊന്ന് സൂചിപ്പിച്ചു. പിള്ളേരെല്ലാം ഭയങ്കര ത്രില്ല. എത്രയും പെട്ടെന്ന് തന്നെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരണമെന്നാ അവര് പറയുന്നത്. എന്താ തന്റെ അഭിപ്രായം? അന്ന് വാങ്ങിയ താലിമാല എന്റെ കയ്യിൽ നിന്ന് പോയി. ഇനി പുതിയൊരെണ്ണം വാങ്ങണം. നന്ദന്റെ ഇഷ്ടം. ഇപ്പൊ നമ്മുടെ കല്യാണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? എന്ത്? അന്ന് തന്നെ വിവാഹം കഴിച്ച് നെല്ലിശ്ശേരിയിലേക്ക് ഇനി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നില്ല. വീട് വിട്ടിറങ്ങാനുള്ള പൂർണ്ണമായ തീരുമാനത്തോടെയാണ് നമ്മൾ അന്ന് അതിലിറങ്ങി തിരിച്ചത്. അന്ന് നമ്മളെ എതിർക്കാൻ അവന്തികയുണ്ടായിരുന്നു. പക്ഷേ ഇനി നെല്ലിശ്ശേരിയിലേക്ക് തന്റെ കൈയും പിടിച്ച് ചെല്ലുമ്പോ നിലവിളക്ക് നൽകി ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ എല്ലാവരും ഉണ്ടാവും. നന്ദന്റെ ഭാര്യയായി അച്ഛന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ എനിക്കിപ്പോഴൊരു ചമ്മല. എന്തിന്?
മനസ്സുകൊണ്ട് അതിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛനായിരിക്കും. സാറേ കട്ടൻ. ആ ചൂടായിരിക്കും, നല്ല ചൂട്. ചൂടുണ്ട്, സൂക്ഷിച്ച്. കുഴപ്പമില്ല. ആ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഇങ്ങനൊരു നിമിഷം ഇനി ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഓ അത് ശരി. രണ്ടുപേരും ഞാൻ നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കായിരുന്നു. ഒരു പ്രേമസല്ലാപം കാണിച്ചു തരാം ഞാൻ. ആഹാ, ഇതാരാ? അവന്തിക കൊച്ചമ്മയോ? എങ്ങോട്ടാ ഈ രാത്രിയിൽ? അപ്പൻ ചത്തിട്ട് വേണം ആ കട്ടിലിൽ കയറി കിടക്കാന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ കാത്തിരിക്കായിരുന്നു നീ എന്റെ ഭർത്താവിനെ കൊണ്ട് കറങ്ങി നടക്കാൻ, അല്ലടി? അത് വേണ്ട. ഇവളുടെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. അങ്ങനെ സംഭവിച്ചാൽ ഇത്രയും പേരുടെ മുമ്പിൽ പരസ്യമായി നിന്നെ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടു ഞാൻ. കാണോടി നമുക്ക്. ഞാനിപ്പോ നിന്റെ ഭർത്താവല്ല, സർവസ്വതന്ത്രനായ ഒരു മനുഷ്യനാ. നിന്റെ പീഡനങ്ങളിൽ നിന്നല്ല രക്ഷപ്പെട്ടവൻ. പിന്നെ ഇവളും ഞാനും തമ്മിൽ ഒന്ന് പ്രേമിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ചിലപ്പോ താമസിയാതെ തന്നെ ഞങ്ങൾ കല്യാണമൊക്കെ നടക്കും. അഡ്വാൻസ് ആയിട്ട് അങ്ങ് ക്ഷണിക്കുക. നേരത്തെ വന്നേക്കണം കേട്ടോ.